ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. കഥ മാത്രമല്ല, കുറച്ച് വർത്തമാനവും കൂടി കാണും. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മൃഗകഥയാണ്. ക്ലാസിക് മൃഗകഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു മൃഗകഥ. വളരെ രസകരമായ ഒരു കഥ. നമുക്ക് ആ കഥയിലോട്ട് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഇങ്ങനെയാണ് കഥ. വിശാലമായ ഒരു പുൽമൈതാനത്തെ താമസക്കാരായിരുന്നു ഒരു വണ്ടും തവളയും കങ്കാരു. തമ്മിൽ അറിയാമായിരുന്നെങ്കിലും അവർ അത്ര അടുത്ത കൂട്ടുകാരൊന്നും ആയിരുന്നില്ല. അതിന് കാരണമുണ്ട്. നേരം പുലർന്നാൽ വണ്ട് മൈതാനത്തിൻ്റെ അതിർത്തിയിലുള്ള പൂച്ചെടികളിലേക്ക് പോകും. അവിടെ ഇരുന്ന് തേൻ നുകർന്നും ഈച്ചയോടും പാറ്റയോടും ശണ്ട കൂടിയും അവൻ ദിവസം കഴിക്കും. തവളയുടെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല. അവൻ പുല്ലിനിടയിലെ പുഴുക്കളെ തേടി നടന്ന് തിന്ന് സമയം തീർക്കും. കങ്കാരുവാണെങ്കിൽ മൈതാനം തന്നെ തൻ്റേതാണെന്ന ഭാവത്തിൽ മറ്റാരെയും ഗവനിച്ചിരുന്നതുമില്ല. എങ്കിലും ഒരിക്കൽ അവർ മൂവരും ഒന്നിച്ച് കണ്ടുമുട്ടി. ഈ മൈതാനം എൻ്റേതാണ്, കാരണം ഏറ്റവും ഉയരത്തിൽ ചാടുന്നവൻ ഞാനാണ്. വണ്ട് മറ്റുള്ളവരെ വെല്ലുവിളിച്ചു. അല്ല അല്ല, ചാട്ടത്തിൽ ഒന്നാമൻ ഞാനാണ്. തവളയും വിട്ടില്ല. നിങ്ങളിങ്ങനെ പരസ്പരം തമ്മിലടിക്കേണ്ട. നമുക്ക് 3 പേർക്കും ഒരു മത്സരത്തിലേർപ്പെടാം. വിധി നിർണയത്തിനായി നിഷ്പക്ഷരായ വ്യക്തികളെയും ക്ഷണിക്കാം. എല്ലാം കേട്ടുകൊണ്ടിരുന്ന കങ്കാരു നിർദ്ദേശിച്ചു. മറ്റിരുവർക്കും അത് സ്വീകാര്യമായിരുന്നു. നല്ല കാര്യമല്ലേ, മത്സരത്തിലൂടെ ആരാമിടുക്കനെന്ന് കണ്ടെത്താമല്ലോ. അങ്ങനെ അവർ കാടിറങ്ങി നാട്ടിലെ പ്രമുഖരായ മനുഷ്യരെയൊക്കെ ചെന്ന് കണ്ട് മത്സര വിവരം അറിയിച്ചു. കങ്കാരുവും വണ്ടും തവളയും ഹൈജമ്പ് മത്സരത്തിൽ ഏർപ്പെടുന്നുണ്ടെന്നറിഞ്ഞ് ആയിരങ്ങൾ കാണികളാവാൻ തയ്യാറായി. നാടും നഗരവും കാട്ടിലേക്ക് ഒഴുകിയെത്തുമെന്നായപ്പോൾ നാട്ടിലെ രാജാവ് ആതിഥേയനായി സ്വയം പ്രഖ്യാപിച്ചു. വേണ്ട ഒരുക്കങ്ങൾ അദ്ദേഹം നടത്തിക്കൊടുക്കുകയും ചെയ്തു. രാജാവ് മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം കൂടി നടത്തി. അതായത്, മത്സരത്തിലെ വിജയിക്ക് രാജകുമാരിയെ വേടി കഴിച്ചു കൊടുക്കും. അപ്രതീക്ഷിതമായ ഒരു സമ്മാനമായിരുന്നു അത്. നിശ്ചിത ദിവസം കൊട്ടും കുരവയുമായി മത്സരാർത്ഥികൾ പുൽ മൈതാന വേദിയിലേക്ക് ആനയിക്കപ്പെട്ടു. രാജാവിന്റെ സ്വന്തം തേരിലാണ് മൂവരുടെയും യാത്ര. മുന്നിൽ ബാൻഡ് മേളം, പിന്നിൽ ഗായക സംഘവും നർത്തകിമാരും. ഇരുവശങ്ങളിലുമായി രാജകീയ സൈന്യത്തിലെ ഭടന്മാർ ഉപചാര വസ്ത്രങ്ങൾ അണിഞ്ഞ് അകമ്പടി സേവിക്കും. രാജാവിൻ്റെ സിംഹാസന ആരോഹണ വേളയിൽ മാത്രമാണ് അങ്ങനെയൊരു ആർഭാടവും ആഘോഷവും ആ നാട് കണ്ടിട്ടുള്ളത്. അവസാനം അവരെല്ലാം മൈതാനത്ത് പ്രവേശിച്ച് താങ്കളുടെ ഇരിപ്പിടങ്ങളിൽ ഉപവിഷ്ടരായി. രാജാവും കുമാരിയും യഥാസ്ഥാനത്തുണ്ട്. എല്ലാം കൃത്യമായി നിരീക്ഷിച്ച് തീർപ്പ് കൽപ്പിക്കാൻ വിധികർത്താക്കളും മറ്റൊരിടത്തുണ്ട്. അവർക്കെല്ലാം പുറമെ രാജകുമാരിയെ ആര് പരിണയിക്കുമെന്നറിയാനായി ഉത്കണ്ഠയോടെ പ്രഭുക്കളും പൗരമുഖ്യരും മുതൽ പുരോഹിതരും പാമരന്മാരും വരെ. അങ്ങനെ ചാട്ട മത്സരം ആരംഭിച്ചു. ആദ്യം ചാടിയത് ആരാണെന്നറിയണ്ടേ? ആദ്യം ചാടിയത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ വണ്ടായിരുന്നു. അവൻ ഒറ്റ കുതിപ്പിന് വലിയ ഉയരത്തിൽ ചാടി, അതും മിന്നൽ പിണരിന്റെ വേഗതയിൽ. ആ അതിവേഗം കൊണ്ട് വിധികർത്താക്കൾ കുഞ്ഞൻ വണ്ടിനെ കണ്ടതേയില്ല. അങ്ങനെ വണ്ട് മത്സരത്തിൽ നിന്ന് ഡിം ഔട്ട്. തുടർന്ന് അടുത്തതാരാണ്? തുടർന്ന് മറ്റാരുമല്ല, നമ്മുടെ തവള ചാടി. പക്ഷേ അവൻ ചെന്ന് വീണത് രാജാവിന്റെ തലയിലായിരുന്നു. അതാണെങ്കിൽ എല്ലാവരും കാണുകയും ചെയ്തു. പിന്നെ പറയാനുണ്ടോ? ആ അപമാനത്തിന് തവളയ്ക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായി. അവസാനം നമ്മുടെ കങ്കാരുവിന്റെ ഊഴമായി. അങ്ങനെ അവസാനം കങ്കാരു ചാടി. ഒട്ടും ഉയരത്തിലായിരുന്നില്ല ആ ചാട്ടം.
പക്ഷേ അവൻ ചെന്നെത്തിയത് രാജകുമാരിയുടെ കൈകളിലായിരുന്നു. അങ്ങനെ കങ്കാരു കുമാരിയെ വെളി കഴിച്ചു. അന്ന് മുതലാണത്രേ എടുത്തുചാട്ടം ഒന്നിനും പരിഹാരമല്ല എന്ന് മനുഷ്യർ മനസ്സിലാക്കിയത്. ഇതൊരു ആൻഡർസൺ കഥയാണ്. ആൻഡർസൺസ് ഫെയറി ടെയിൽസ് വളരെ പ്രസിദ്ധമാണ്. അത്തരത്തിൽ ആൻഡർസന്റെ ഒരു ചെറിയ കഥയാണ് ഇത്. അപ്പോൾ കഥ അങ്ങനെ അവസാനിച്ചു. ഈ കഥ വായിച്ചപ്പോൾ ഇതിനകത്ത് ആകെ കുഴപ്പത്തിലായത് ഒരാൾ മാത്രമാണ്, മറ്റാരുമല്ല, നമ്മുടെ തവള. വെറുതെ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ പോയതാ. മത്സരമായി അവസാനം കങ്കാരു രക്ഷപ്പെട്ടു, കുമാരിയെ വെളി കഴിച്ചു. പക്ഷേ ഈ തവളയുടെ കാര്യം വലിയ കഷ്ടത്തില്ല. എടുത്തൊരു ചാട്ടം ചാടി ചെന്ന് വീണതോ രാജാവിൻ്റെ തലയിലാണ്. നല്ല ശിക്ഷ കിട്ടുമെന്നാണ് കഥയിൽ പറയുന്നത്. സത്യം പറഞ്ഞാൽ നിരപരാധിയാണ് അല്ലേ. ഒരു ആവേശത്തിന് ഒരു ബെറ്റൊക്കെ വെച്ചതാണ്. പക്ഷേ ചെന്ന് പതിച്ചതോ ഒരു വലിയ കുഴിയില്ല. ഈ ബെറ്റ് വെക്കുന്ന കാര്യം പറയുമ്പോഴാണ് ചെറുപ്പക്കാർ റോഡുകളിലൂടെയൊക്കെ നല്ല മുന്തിയ ബൈക്കിലൊക്കെ ഒന്ന് വേഗത്തിൽ പായിക്കാം ഒരു മത്സര ഓട്ടമൊക്കെ നടത്തും. പഴയ ആമയും മുയലിൻ്റെയും കഥ പോലെയൊന്നുമല്ല, ഇത് അതിഗംഭീരമായ മത്സരമാണ്. വേഗതയിൽ രാത്രി കാലങ്ങളൊക്കെ ആയിരിക്കും പലപ്പോഴും. അതുകൂടാതെ പറ്റുമെങ്കിൽ കയ്യിലൊരു ഫോണൊക്കെ പിടിച്ച്, അല്ലെങ്കിൽ ഫോണൊക്കെ റെക്കോർഡിംഗ് മോഡിലിട്ട് അത് റെക്കോർഡ് ചെയ്യാനും ഒക്കെ നോക്കും. വേഗത്തിൽ സഞ്ചരിക്കുന്നത് മുന്തിയ ഇനം ബൈക്കുകളൊക്കെ ആണല്ലോ ഇപ്പോൾ വിപണിയിലുള്ളത്. നല്ല വേഗത്തിൽ പോകാൻ കഴിയുന്ന പറക്കുന്ന ബൈക്ക്. അവസാനം എന്തെങ്കിലുമൊക്കെ അപകടത്തിൽ ചെന്ന് പിടിക്കുകയും ജീവൻ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട്. അത് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളൊക്കെയാണ് ഇങ്ങനെ വേഗത്തിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന റോഡിൽ. തിരുവനന്തപുരത്തൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, കവടിയാർ പ്രദേശത്തൊക്കെ മത്സരയോട്ടം. അപ്പോൾ ഇവിടെയും എന്തായാലും ഒരു മത്സരമാണ്. പലർക്കും പല രീതിയിലാണ് അത് ഭവിച്ചത്. സങ്കടം തോന്നുന്നത് തവളയുടെ കാര്യമാണ്. നിരപരാധികളൊക്കെ പലപ്പോഴും ശിക്ഷിക്കപ്പെടാറുണ്ട്. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പലതും അറിയാതെ പോകുന്നുണ്ട്. പണ്ട് ശ്രീകണ്ഠൻ നായർ നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ പരിപാടി ജയിലിൽ നടത്തിയപ്പോൾ ആ ജയിൽവാസികൾ പലരും തങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് കിടക്കുന്നതായിട്ടൊക്കെ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലോട്ട് വരികയാണ്. ഒരു എപ്പിസോഡല്ല, 1-2 എപ്പിസോഡ് തുടർച്ചയായിട്ടുള്ള എപ്പിസോഡായിരുന്നു. അതിനകത്ത് പലരും മറ്റുള്ളവരാരോ ചെയ്ത കുറ്റത്തിനാണ് താൻ ഈ ജയിലിൽ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഓർമ്മയിലോട്ട് വരികയാണ്. ഇടയ്ക്ക് കുറച്ച് ദിവസമേ ആവത്തുള്ളൂ, ഒരു ചെയ്യാത്ത കുറ്റത്തിന് ഒരു US പൗരൻ ജയിലിൽ കിടന്നത് 37 വർഷമാണ്. നമുക്ക് അതിശയം തോന്നും. ജനാധിപത്യത്തിൻ്റെ ഒരു ശ്രീകോവിൽ എന്നൊക്കെ അറിയപ്പെടുന്ന അമേരിക്കയിൽ, US, അവിടെ ഇങ്ങനെ സംഭവിച്ചു. US പോലീസ് കള്ളത്തെളിവുകൾ സൃഷ്ടിച്ചപ്പോൾ റോബർട്ട് ഡു ബോയ്സ് എന്ന വ്യക്തി, അതിൻ്റെ പേരാണ് ഞാൻ ഈ പറഞ്ഞത്, 59 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ. ഇപ്പോൾ ജയിലിൽ കിടന്നത് 37 വർഷം. കൊലപാതകവും ബലാത്സംഗവും തെളിയിച്ച് വെറും 18 വയസ്സിൽ ജയിലിൽ അടച്ചു. ഡു ബോയ്സ് നിരപരാധിയാണെന്ന് ശാസ്ത്രീയ തെളിവുകൾ വ്യക്തമാക്കിയപ്പോൾ ജീവിതത്തിലെ മനോഹരമായ വർഷങ്ങൾ കഴിഞ്ഞു പോയിരുന്നു. നഷ്ടപരിഹാരമായി ലഭിക്കുന്ന 116 കോടി രൂപയെപ്പറ്റി ഡുബോയ്സ് പറഞ്ഞു. ഈ തുക കൊണ്ട് വാങ്ങുന്ന വീടിനോ കാറിനോ ഒന്നും എനിക്ക് നഷ്ടമായത് തിരിച്ചു തരാൻ കഴിയില്ലല്ലോ. ഈ സംഭവം ഇങ്ങനെയാണ്. ബാർബറ ഗ്രാംസ് എന്ന 19-കാരിയായ യുവതിയെ കൊലപ്പെടുത്തി എന്ന കേസിലാണ് ഡുബോയ്സ് അറസ്റ്റിലായത്. ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ 1983 ഓഗസ്റ്റിലാണ് ബാർബറ ഗ്രാംസ് ആക്രമിക്കപ്പെട്ടത്. മൃതദേഹത്തിൻ്റെ കവിളിൽ കടിയേറ്റ പാടുണ്ടായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് ഈ തെളിവ് മാത്രം. സമീപത്തുള്ള ആളുകളെ പരിശോധിച്ചതിൽ നിന്നാണ് ഡുബോയ്സിനെ ഒക്ടോബറിൽ പിടികൂടിയത്. കടിച്ചത് ഡുബോയ്സ് തന്നെയാണെന്ന് ഫോറൻസിക് ഡെന്റിസ്റ്റ് വിധിയെഴുതി. ജയിലിലെ ഉദ്യോഗസ്ഥനാകട്ടെ പയ്യൻ കുറ്റസമ്മതം നടത്തിയെന്ന കള്ളത്തെളിവും കൂടി കൂട്ടിച്ചേർത്തു. 1985 മാർച്ചിൽ കോടതി വധശിക്ഷ വിധിച്ചു. ഫ്ലോറിഡ സുപ്രീം കോടതി അത് ജീവപര്യന്തമാക്കി കുറച്ചു. 2006 ഓഗസ്റ്റിലാണ് ഡുബോയ്സ് DNA ടെസ്റ്റ് ആവശ്യപ്പെട്ടത്. DNA പരിശോധനയിലൂടെ
ആമോസ് റോബിൻസൺ, അബ്രോൺ സ്കോട്ട് എന്നിവരാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്ന് തെളിഞ്ഞു. മറ്റൊരു കൊലക്കേസിൽ ജയിലിലാണ് ഇപ്പോൾ ഇരുവരും. 2020 ഓഗസ്റ്റിൽ 57 വയസ്സിൽ മോചിതനായതിനെ തുടർന്ന് ടാമ്പ നഗരസഭയ്ക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസ് കൊടുത്തു. ടാമ്പ സിറ്റി കൗൺസിലാണ് കഴിഞ്ഞ ദിവസം 116 കോടി രൂപ നഷ്ടപരിഹാരം നൽകി കേസ് ഒത്തുതീർപ്പാക്കാൻ തീരുമാനിച്ചത്. ഇനിയും കൂടുതൽ നാളുകൾ നിയമപോരാട്ടം നടത്തി കളയാൻ ഉദ്ദേശിക്കാത്തതിനാൽ കരാർ ഡുബോയ്സും അംഗീകരിച്ചു. സത്യം അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് പകരം ആരെയെങ്കിലും പിടികൂടി കഥകൾക്കനുസരിച്ചുള്ള തെളിവുകൾ കൃത്രിമമായി സൃഷ്ടിച്ച് പോലീസ് നിരവധി കുടുംബങ്ങളെ കണ്ണീരിൽ ആഴ്ത്തുന്നു, ഡുബോയ്സ് പറഞ്ഞു. ഇത് ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ നമ്മുടെ ജയിലുകളിലൊക്കെ എത്ര പേരിങ്ങനെ കിടപ്പുണ്ട്, അതുമൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതാണല്ലേ. നിരപരാധികൾ മറ്റാർക്കോ വേണ്ടി കുറ്റഭാരം അല്ലെങ്കിൽ പാപഭാരമൊക്കെ ഏൽക്കുന്നവർ, പേറുന്നവർ എല്ലായിടത്തും കാണും ഇങ്ങനെ കുറേ പേർ. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഡുബോയ്സ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ തുക കൊണ്ട് വാങ്ങുന്ന വീടിനോ കാറിനോ ഒന്നും എനിക്ക് നഷ്ടമായത് തിരിച്ചു തരാൻ കഴിയില്ലല്ലോ. സമൂഹത്തിൻ്റെ മുന്നിൽ കുറ്റവാളി, ആക്ഷേപങ്ങൾ, സൽപ്പേര് നഷ്ടപ്പെടുക, കളങ്കമാക്കപ്പെടുക, ഒരു കുറ്റവാളിയെ കണക്ക് ശിക്ഷ ഏൽക്കേണ്ടി വരിക, അനുഭവിക്കേണ്ടി വരിക, അപമാനിതനായി ജയിലിൽ കഴിയുക. അദ്ദേഹം മാത്രമാണോ, അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെ ഇതിൽ മനസ്സുരുകിയിട്ടുണ്ടാകും, പ്രയാസപ്പെട്ടിട്ടുണ്ടാകും, ദുഃഖഭാരം പേറിയിട്ടുണ്ടാകും. എന്തു കൊടുത്താൽ പോലും അതിനൊന്നും പരിഹാരമാവില്ല, അതിന് തുല്യമാവില്ല. ഒന്നിനും ആ നഷ്ടപ്പെട്ട ജീവിതം, കാലം, യൗവനം, ഭാവി, കാരാഗ്രഹവാസമായിരുന്നു അല്ലേ, വലിയ നഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അനവധി പേരുണ്ടോ, നമ്മുടെ ജയിലുകളിലും അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ടോ എന്നൊക്കെ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട വസ്തുതയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.